നമസ്കാരം. നമ്മുടെ ചാനലിൽ ചെയ്യുന്ന പല വീഡിയോയിലും പല രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ഊ ബിയല്ലോ നാഥ ഉള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരും കണ്ടതാണ്. നമ്മൾക്കറിയാം അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന വാക്കുകളല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ചിലർക്ക് കൊടുക്കേണ്ട ഭാഷയിൽ തന്നെ കൊടുത്താലേ അവർക്ക് കിട്ടിയ പോലെ ഒരു ഫീൽ തോന്നുകയുള്ളൂ. അത്തരത്തിലൊരു ഫീൽ തോന്നിയത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാം എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ സഭ്യമായ ഭാഷകൾ ഏതെന്നും അസഭ്യകരമായിട്ടുള്ള ഭാഷകൾ ഏതെന്നും കൃത്യമായിട്ടും അറിയാം. എന്നിരുന്നാലും ചിലർക്ക് അസഭ്യമേ പിടിക്കൂ, ചിലർക്ക് അസഭ്യത്തിലൂടെ കൊടുത്താൽ മാത്രമേ അവനൊക്കെ കിട്ടേണ്ടത് അതല്ലെങ്കിൽ നൽകേണ്ട രീതിയിൽ അത് നൽകപ്പെടുകയുള്ളൂ എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും വേദന തോന്നുകയാണെങ്കിൽ ഞാൻ അതിന് സോറി പറയുകയാണ്. കാരണം ആ ഭാഷ ചിലർക്ക് ആവശ്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ സംഘ സഹോദരർക്ക് നമ്മുടെ സംസ്കാരം അതല്ല എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ചിലർക്ക് അത് കൊടുക്കേണ്ടി വരുന്നു. അത്രമാത്രം എടുത്താൽ മതി, ആ ഒരു വികാരത്തോടു കൂടി മാത്രം എടുത്താൽ മതി. നോക്കൂ, ഇവിടെ നമ്മൾക്കറിയാം സഖാവ് എന്ന് പറഞ്ഞാൽ തന്നെ പച്ച നുണ പറയാനും ഇനി സ്ത്രീ പീഡനം നടത്തിയാലും കഞ്ചാവ് മാഫിയ ആയാലും ഇതിനൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണിയുള്ളവനായിരിക്കും ഒരു സഖാവ് എന്നുള്ളവൻ. അതിൽ ഏറ്റവും വലിയ ഗുണമാണ് വരുന്നത് പച്ച നുണ പറഞ്ഞ് സത്യമാക്കി മാറ്റുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളത്. അത്തരത്തിൽ ഈ പറയുന്ന ഇളമരം കരീം എന്നൊക്കെ വിളിക്കുന്ന ഈ ഇളമരം, അത് ഇളമരോ എന്തോ ഒരു മരം, ഈ കരീം ഒരു വാഴയാണോ എന്ന് ട്രോളുകാർ ചോദിക്കുന്ന തരത്തിൽ ഇന്ന് കൃത്യമായിട്ടും നമ്മുടെ നിർമ്മലാ സീതാരാമൻജി കൃത്യമായിട്ടും ഇയാളെ വലിച്ച് പൊളിച്ച് കീറി 8 നിലയിൽ വലിച്ചു കീറിയാണ്ട് റോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെ തോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ പ്രളയത്തിന്റെ കാലം തുടങ്ങിയല്ലോ കേരളത്തിൽ. പിണറായി വിജയൻ ആ ഒരു പല ടെക്നോളജികളൊക്കെ പഠിക്കാൻ പോയി ഇന്നിപ്പോൾ ഒരു ടെക്നോളജിയും ഇവിടെ പ്രായോഗികമാക്കുന്നില്ല. ഇന്നിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പാടിൽ തോട്ടിലേക്ക് വലിച്ചെറിയേണ്ട രീതിയിൽ തന്നെ നിർമ്മലാ സീതാരാമൻജി ഈ പറയുന്ന ഇളമരം കരീമിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇളമരം കരീമിന് നമ്മളെല്ലാവരും നോട്ടമിട്ട് വെച്ചതാണ്. എന്ന് മുതലാണ് നമ്മൾക്കറിയാം PT ഉഷ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ ഒരു മുത്ത്, ആ പൊന്ന്, ആ സ്വത്ത്, ഭാരതത്തിന്റെ സ്വത്ത്. PT ഉഷ ഇന്ത്യ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലേക്കും ഏത് രാജ്യത്തുള്ളവർക്കും ആ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന രീതിയിലുള്ള ഭാരതത്തിന്റെ അഭിമാന താരമായിട്ടുള്ള PT ഉഷയെ പോലും അപമാനിച്ചുകൊണ്ട് സംസാരിച്ച ഒരു വൃത്തികെട്ട, ഇപ്പൊ പിണറായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നികൃഷ്ട ജീവി, പിണറായി വിജയൻ കണ്ടുപിടിച്ച ഭാഷയാണല്ലോ അത്. ആ നികൃഷ്ട ജീവി എന്ന് പറയാവുന്ന തരത്തിലുള്ള അത്തരം പരാമർശം നടത്തിയ രാജ്യസഭ MP ആയിട്ടുള്ള ഈ കരീമിനെ വലിച്ച് കീറുന്ന ആ രംഗം നിങ്ങളൊന്ന് കാണേണ്ടത്. എന്തുകൊണ്ടെന്നറിയാമോ വലിച്ചു കീറിയത്? ഇയാൾ പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു, സാധാരണക്കാർ ബാങ്കിൽ നിന്ന് ചെക്ക് ബുക്ക് വഴി പൈസ പിൻവലിച്ചാൽ അതിന് GST ഈടാക്കുന്നുണ്ട് അത്രേ. അതായത് നമ്മളൊക്കെ ബാങ്കിൽ പോകുന്നുണ്ട്, നമ്മൾ ബാങ്കിൽ ചെക്ക് ബുക്ക് മുഖാന്തരം ചെക്ക് എഴുതി കൊടുത്തുകൊണ്ട് പൈസ നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. അതിന് GST ഈടാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് ഒരു പച്ച നുണയാണ് നമ്മുടെ ഈ ഇളമരം, അതല്ലെങ്കിൽ ട്രോളുകാർ വിളിക്കുന്ന ഈ വാഴയായിട്ടുള്ള ഈ മരം പറഞ്ഞു കളഞ്ഞ പച്ച നുണ. ആ പച്ച നുണയെ കൃത്യമായിട്ട് നിർമ്മലാജി എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് വലിച്ചു കീറുന്നതെന്ന് കണ്ടു നോക്കൂ. ഗംഭീര കീറല, ഒന്നൊന്നര കാണേണ്ട സാധനം തന്നെയാണ്. Now I go to specific points raised by honourable members because I would like to answer them. I'm not going to get into greater details of other things which govern the macroeconomic situation. The first speaker, Elamaram Karimji, had raised few things which I think were not based on facts. I would want to correct them. He spoke about bank checks. I would like to say there is no GST on withdrawal of cash from bank. There's no GST, please. And today on very many things I will say there is no this, no that. On the GST, sir, because the more I listen, I'm worried that I'm coming one after the other. More I listen to issues related to GST, I have a concern that probably information is not reaching, the right information is not reaching, and as a result there's quite a lot of misconception, and I would today attempt to clear some of these misconceptions. So that was, first of all, no GST on the, specifically on the checkbooks. GST has been imposed on the bank checkbooks when banks buy it from the printers of the checkbooks, because banks will have to buy it in bulk.
And from them, when they obtain it, because banks don't print their checkbooks, they buy it and from the printers, and the printers, after all for the paper, after all for the machine, after all for many other things that they have and the services that they are paying GST for those inputs with which they manufacture the checkbook and supply to the banks. So for them, there is a tax GST because they already are paying input tax for many of these items. So the stream till the consumer, because it's a consumption-based tax, will have to keep settling tax dues at every level. So that is what is before you, Honorable Member Karim. So I want you to kindly take into cognizance that as regards the consumer or the bank client who takes the money, withdraws the money, there is no charge on him. It is a bank which purchases from the printer for whom there is a GST. Otherwise, the bank will end up having to, the printer will end up with, at a lesser cost he gives the banks, and the input tax credits will get accumulated. And I elaborate on the fact that the bank, when you go withdraw cash, 5 free transactions from your own bank's ATM and 5 from an ATM of a different bank you can draw without any charge. They are free transactions, so 10 in total. And in 3 banks, I think transactions are limited to 3 and not 5 because in 6 metro cities there are difficulties, and instead of 5 they give for 3. However, for small, no frills, basic saving bank deposit accounts, which are what the common small and middle class families use, they are still permitted to 5 free transactions even in metro cities. So 5 plus 5, 10 transactions in a month is totally free when you draw it from your ATM. So let's please not be led by misinformation. 4-3-7 MLA-മാരെ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ ഭിക്ഷയിൽ കിട്ടിയിട്ടുള്ള രാജ്യസഭ MP ആയിട്ടുള്ള എളമരം കരീമിന്റെ ഇരുത്തം കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല, അല്ലെ സഹചരി? എന്തായാലും എളമരം കരീം നമ്മുടെ PT ഉഷ എന്ന് പറയുന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും മികച്ച ആ ഒരു പൊൻ താരത്തെ എങ്ങനെയായിരുന്നു അപഹസിച്ചത്? കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു, അതിന് തനിക്ക് യോഗ്യതയുണ്ടെന്ന് കുറച്ചു കാലമായി അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ PT ഉഷയെ അപമാനിച്ച ഈ വാഴയെ, ട്രോളുകാർ വിളിക്കുന്ന ഈ വാഴയെ കൃത്യമായിട്ടും ഈ 2-3 MLA-മാർ കൂടിക്കൊണ്ട് ആ ഭിക്ഷയിൽ ഒരു രാജ്യസഭ MP സ്ഥാനമൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് എന്തും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന കണക്ക് കേരള നിയമസഭയാണെന്ന് തെറ്റിദ്ധരിച്ച് പച്ച നുണയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പച്ചയ്ക്ക് പൊളിച്ചടുക്കിയത് നമ്മൾ കണ്ടു. എന്തായാലും ഇത്തരത്തിൽ നുണകൾ അവിടെ നുണക്കൊട്ടാരം പോലെ പൊളിച്ചടുങ്ങുന്ന അത് കൃത്യമായിട്ട് ആ വലിയ ഗംഭീരമായുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എളമരം കരീമിന് കിട്ടേണ്ടത് തന്നെയാണ്, ഇരുന്ന് വാങ്ങിയതാണ്, അത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടി. PT ഉഷയെ അപമാനിച്ചതിന്റെ ആ ഒരു വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ എളമരത്തിന് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളത് തന്നെ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണെന്ന് പറയാതെ വയ്യ. എന്തായാലും നമ്മുടെ ഈ പറയുന്ന 3-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഹർ ഘർ തിരങ്ക എന്ന് പറയുന്ന നമ്മുടെ ആ ദേശീയ പതാക എല്ലാവരുടെയും പ്രൊഫൈലുകളിലാക്കിക്കൊണ്ടും നമ്മൾ ആ ഒരു ദേശഭക്തി ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇനി നിങ്ങൾക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ദേശഭക്തി ഗാനത്തിന്റെ ആ ഒരു വീഡിയോ ദൃശ്യം കൂടി സമർപ്പിക്കുകയാണ്. കാണാം നല്ല ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ദേശഭക്തി ഗാനം.
വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ചാനലിൽ പലർക്കും പല രീതിയിൽ തന്നെ കൊടുക്കേണ്ട ഭാഷയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഷ അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ, ഇനി അസഭ്യം പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജും നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് കമന്റുകൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ഭാഷയിൽ തന്നെ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സംസ്കാരം മറന്നുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഇവിടത്തെ ഈ ഒരു നരഭോജി വർഗമായിട്ടുള്ള കമ്പികളായിട്ടുള്ള രാജ്യദ്രോഹി വർഗങ്ങളായിക്കോട്ടെ, ഇനിയോ ഇസ്ലാമിക കൊടും ഭീകര വർഗമായിക്കോട്ടെ, അവർക്ക് കിട്ടേണ്ടത് ആ ഭാഷ തന്നെയാവുമ്പോൾ അത് നമ്മൾ നൽകുക തന്നെ വേണം. അതിന് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഭാഷയിൽ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.